ഈ കുഞ്ഞുങ്ങളുടെ ചിരിയൊന്ന് നോക്കിയേ. എന്ത് നിഷ്കളങ്കല്ലേ അവരെ കാണാൻ. എന്ത് ഭംഗി അവരുടെ ചിരി കാണാനായിട്ട്. ഇവരുടെ ഈ മയക്കണ ചിരി കാണുമ്പോൾ നമ്മൾ തന്നെ റിലാക്സ് ആവാ. ഇവരെ പോലെ തന്നെ നിഷ്കളങ്കമായിട്ടിരിക്കാൻ നമുക്കും ഒരു സൂത്രമുണ്ട്. പറയട്ടെ, ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. 2-3 മിനിറ്റിന്റെ കാര്യമല്ലേ ഉള്ളൂ, ഒന്ന് അവസാനം വരെ കാണണം കേട്ടോ. നമ്മളിങ്ങനെ കുറേ വിഷമങ്ങളൊക്കെ സഹിച്ച് കരഞ്ഞ് സങ്കടപ്പെട്ട് നിൽക്കുന്ന സമയങ്ങളിൽ നമ്മളെ ആശ്വസിപ്പിക്കാനായിട്ട് ഒരാളെ പോലും നോക്കിക്കഴിഞ്ഞാലും നമുക്ക് കാണാൻ പറ്റില്ല. ഒരുത്തീനും നമുക്കൊരാശ്വാസവും കിട്ടാതെ നമ്മൾ ദൈവത്തിന്റെ പക്കലേക്ക് അങ്ങ് നോക്കുമ്പോണ്ടല്ലോ, എൻ്റെ പൊന്നോ, ഒരു രക്ഷയില്ല. ഒടുക്കത്തെ ഗ്ലാമറുള്ള ഒരു പുഞ്ചിരിയൊക്കെ ആയിട്ട് കൈയൊക്കെ വിരിച്ചു പിടിച്ച് നമ്മൾ ഓടി വരുന്നതും കാത്തിരിക്കുകയാണ് കക്ഷി. നമ്മളെന്തായാലേ ഇതൊക്കെ ഒന്ന് കാണാതെ പോന്ന്. ഞാനാണെങ്കിൽ ഓടിച്ചെന്ന് സങ്കടമൊക്കെ പറയാനായിട്ട് വാ തുറക്കുമ്പോഴേക്കും ചേർത്ത് പിടിച്ചിട്ട് പറയാ, എനിക്കെല്ലാം അറിയാം, നീ ഒന്നും പറയണ്ടാന്ന്. അതും പറഞ്ഞിട്ടുണ്ടല്ലോ, പുറകീന്ന് ഒരു പെട്ടിയും എടുത്തു. ആ പെട്ടി തുറന്ന് കാണിച്ചപ്പോൾ ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ ഞെട്ടിപ്പോയി. ഇതുവരെ ഞാൻ അനുഭവിച്ച സങ്കടം, വിഷമം, എൻ്റെ ഒരു കണ്ണുനീർ തുള്ളി പോലും കളയാതെ ആ പെട്ടിക്കകത്ത് സൂക്ഷിച്ചു വെച്ചേക്ക കക്ഷി. പക്ഷേ അതിനകത്ത് ഞാൻ വേഗം ഒന്ന് തപ്പി നോക്കിയപ്പോൾ ചില വിഷമങ്ങളും സങ്കടങ്ങളും കണ്ണുനീരൊക്കെ ഞാൻ തന്നെ മറന്നുപോയ കാര്യങ്ങള് സൂക്ഷിച്ച് വെച്ചേക്കുക. സത്യത്തിൽ ഞാൻ ആ പുറത്തു പോയി എൻ്റെ പുറകിൽ കൂടെ തന്നെ നടക്കുമായിരുന്നോ. എൻ്റെ ഓരോ വിഷമങ്ങളും സങ്കടങ്ങളും കണ്ണുനീരും ഒന്നും ഒരെണ്ണം പോലും താഴെ പോവാതെ ഈ ബോക്സിലിടാൻ വേണ്ടി എൻ്റെ പുറകിൽ കൂടെ നടന്ന് പിടിച്ച് നടക്കുമായിരുന്നു എന്ന് തോന്നുന്നു. അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ വേസ്റ്റ് ആയി പോയിരുന്നില്ലേ. ഞാൻ എൻ്റെ മനസ്സിൽ ചിന്തിച്ചു കൂട്ടുന്നത് ഈശോ മനസ്സിലാക്കിയിട്ടാണോ എന്നറിയില്ല. എൻ്റെ അടുത്ത് അപ്പം തന്നെ ഈശോ പറയാ, ഈശോയുടെ കയ്യിലുള്ള പെട്ടി ഉണ്ടല്ലോ, അത് നല്ലൊരു മാജിക് ബോക്സ് ആണ് അത്ര. നമ്മൾ എന്ത് സങ്കടവും വിഷമവും കാര്യങ്ങളും ഒക്കെ അതിനകത്ത് ഇട്ട് കഴിഞ്ഞാല് അത് ഉടനെ അനുഗ്രഹമായി മാറും അത്രേ. നമുക്ക് ഇതൊക്കെ അനുഗ്രഹമായിട്ട് മാറ്റി തരാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ പുറകിക്കോടെ ഇങ്ങനെ നടന്ന് എല്ലാതും പിടിച്ച് ഇതിനകത്ത് കക്ഷി കൊണ്ടിട്ടായിരുന്നത്. നമ്മൾ ഈ സഹിക്കുന്ന സങ്കടങ്ങളും വിഷമങ്ങളെല്ലാം നമ്മൾ മറ്റുള്ളവരെ പ്രാഗിയിട്ടോ എല്ലൊക്കെയാണ് ചെയ്യുന്നത് എന്ന് വെച്ചാൽ നമുക്ക് അനുഗ്രഹമായിട്ട് മാറൂല്ല. അന്നാ നമ്മൾ സഹിക്കുകയും വേണം. അതുകൊണ്ട് നമ്മുടെ എല്ലാ സങ്കടങ്ങളും വിഷമങ്ങളും എല്ലാം നമുക്ക് ഇന്ന് തുടങ്ങി ആ പെട്ടിലേക്ക് ഇട്ട് കൊടുത്തേക്കാം. ഇത്ര നല്ലൊരു സൗകര്യമുള്ളപ്പോൾ നമ്മൾ എന്തിനാ ഈ ഭാരം മൊത്തം നമ്മുടെ തലയിൽ വെച്ച് നടക്കുന്നത്? അപ്പോൾ നമ്മളും ഈ കുഞ്ഞുങ്ങളെ പോലെ തന്നെ നമ്മളും നല്ല ഫ്രീ ആയി, ഇവരെ പോലെ തന്നെ നല്ല നിഷ്കളങ്കമായിട്ട് ചിരിച്ച് നമുക്കും നമ്മുടെ ഈശോയുടെ മടിയിൽ കയറിയിരുന്നോടെ. ഇന്ന് മുതൽ നമുക്ക് ട്രൈ ചെയ്യാം.